അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ദേവി ശരണം അമ്മേ. ശൃംഗാരപ്പൂപ്പറമ്പേ, ശിവനുടെ ഹൃദയം കെട്ടുവാനുള്ള കാമ്പേ, തുങ്കാദ്രിക്കുള്ള കുംഭേ, തുടുതുടെ വിലസും കാന്തികൾക്കുള്ള കാമ്പേ, മംഗല്യത്തിൻ്റെ വീമ്പേ, മഹിമകളഖിലം സഞ്ചരിക്കും വരമ്പേ, ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകാമ്പേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ആറാമത്തെ സ്കന്ധത്തിലെ ആറാമത്തെ അധ്യായം വൃത്രാസുരന്റെ വധം ആണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് സമർപ്പിച്ചത്. ത്വഷ്ടാവിൻ്റെ പുത്രനായിട്ടുള്ള വൃത്രനെ ഹരിയും ഇന്ദ്രനും ദേവിയും മൂന്നുപേരുടെയും സമന്വയമായിട്ടുള്ള ശക്തി കൊണ്ട് വധിച്ചതായിട്ടുള്ള വൃത്രാസുരവധം എന്ന കഥ വ്യാസൻ പറഞ്ഞതിന് ശേഷം അടുത്തതായിട്ട് തുടർന്നു കൊണ്ട് പറയുന്നത് ചന്ദ്രവംശത്തിലെ വളരെ പ്രസിദ്ധനായിട്ടുള്ള യയാതി മുതലായവരുടെ എല്ലാം പിതാവായിരുന്നതായിട്ടുള്ള നഹുഷന്റെ കഥയാണ്. നഹുഷന്റെ ഇന്ദ്രപ്രാപ്തിയെയാണ്, നഹുഷൻ ഇന്ദ്രനായ കഥയെയാണ് അടുത്തതായിട്ട് ഈ ഏഴാമത്തെ അധ്യായത്തിൽ ഇവിടെ വർണ്ണിക്കാൻ തുടങ്ങുന്നത് വ്യാസൻ. അധതം പതിതം ദൃഷ്ട്വാ വിഷ്ണുപുരീം യയൗ മനസാ ശംഖമാനസ്തു തസ്യ ഹത്യാകൃതം ഭയം. വൃത്രാസുരൻ മരിച്ചത് കണ്ട വിഷ്ണു അവനെ കൊന്നതുകൊണ്ടുള്ള ഭയം നിമിത്തം ആശങ്കാകുലനായി വൈകുണ്ഠത്തിലേക്ക് ചെന്നു. അതുമാതിരി തന്നെ ഇന്ദ്രനും ഭയപ്പെട്ട് വിറച്ചുകൊണ്ടാണ് ഇന്ദ്രപുരിയിലേക്ക് പോയത്. മഹർഷിമാരും ശത്രു കൊല്ലപ്പെട്ടതുമൂലം ഭയപ്പെട്ടവരായിരുന്നു. ഭയപ്പെടാനുള്ള കാരണം കിമസ്മാഭികൃതം പാപം യതസൗ വഞ്ചിതഃ കില മുനിശബ്ദോ വൃഥാ ജാതഃ സുരേശസ്യ ച സംഗമാത്. പാപമല്ലേ ചെയ്തത് എന്നുള്ളതാണ് ദുഃഖത്തിനുള്ള കാരണം. അവനെ വഞ്ചിക്കുകയായിരുന്നു. ദേവേന്ദ്രനോട് കൂടിയതുകൊണ്ട് ആ മുനികളും അവരുടെ കീർത്തിക്ക്, യശസ്സിന് മുനികളായി അല്ലെങ്കിൽ മഹർഷിമാര് എന്ന് പറയാൻ യോഗ്യതയില്ലാത്തവരായി തീർന്നു. സത്യമാണ് എന്ന വാക്കുകൾ കേട്ടിട്ടാണ് വൃത്രൻ വിശ്വസിച്ചത്. എല്ലാവരെയും വിശ്വാസ വഞ്ചകനോട് കൂട്ടുചേർന്നതുകൊണ്ട് നമ്മളും വിശ്വാസവഞ്ചകരായി എന്നാണ് ഋഷികളും അവർക്കും സ്വന്തം മനസ്സിൽ ദുഃഖമുണ്ടായത് എന്ന് പറയുക. ശരിയാണ്. സത്സംഗത്വേ നിസ്സംഗത്വം. സത്സംഗങ്ങളെ എന്തിനു വേണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. സത്സംഗങ്ങൾ കൊണ്ട് നമ്മൾ ഉയരുന്നു. അതേ സംഘം തന്നെ നമ്മൾ വഞ്ചിക്കുന്നവരും അധർമ്മം ചെയ്യുന്നവരും അസത്യം ചെയ്യുന്നവരുടെയും കൂടെ കൂടിയാൽ നമ്മളും വഞ്ചിക്കപ്പെടുന്നുണ്ട്. മഹാബലിചരിതം പറയുന്ന സമയത്ത് ഭാഗവത മഹാപുരാണത്തില് മഹാവിഷ്ണു ഛലമായിക്കൊണ്ട് ഒരു വാമനന്റെ രൂപമെടുത്തുകൊണ്ടൊക്കെ പോയി
അപ്പോൾ ഇന്ദ്രപദവിയിൽ ഇരുന്നതായിട്ടുള്ള മഹാബലിയുടെ സ്ഥാനങ്ങളെയെല്ലാം, സ്വത്തിനെയെല്ലാം, ഐശ്വര്യത്തിനെയെല്ലാം എടുത്തു എന്ന് പറയാറുണ്ട്. പക്ഷെ അതൊരു പരീക്ഷണം ആയിരുന്നു. ആ കഥ നമ്മൾ മുഴുവൻ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കേട്ടാൽ നമുക്കത് മനസ്സിലാവും. അവിടെ മഹാബലിയെ വധിക്കുകയല്ല, ഭഗവാൻ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. സ്വർഗത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സ്വർഗാധിപത്യം ഭഗവാൻ മേടിച്ച പുരന്ദരന് കൊടുത്തു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തെ, മഹാബലിയെ, സ്വർഗത്തെക്കാൾ സുന്ദരമായിട്ടുള്ള സുതലം കൊടുത്ത് അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ, മഹാബലിയുടെയും പരിവാരങ്ങളുടെയും രക്ഷയ്ക്കായി സ്വയം വാമനമൂർത്തി ഗദയും ഏന്തിക്കൊണ്ട് കൊട്ടാരത്തിന് അവിടെ കാവലിരുന്നു. സർവവിധ ഐശ്വര്യങ്ങളും കൊടുത്തു എന്ന് മാത്രമല്ല, ഇനി അടുത്തതായിട്ടുള്ള മന്വന്തരത്തില് ഇതാ വീണ്ടും ആ ഇന്ദ്രസ്ഥാനവും മുമ്പ് തന്നെ ഇതാ കൊടുത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു മഹാബലിക്ക്. അപ്പൊ അവിടെ നമുക്ക് നിഗ്രഹങ്ങളൊന്നും കാണാൻ കഴിയില്ല. ഛലത്തോടുകൂടിയാണ് അതെടുത്തത് എന്നും പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആരാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് വന്നിരിക്കുന്നത്, എന്താണ് ഉദ്ദേശം, ആ ചോദിച്ചത് കൊടുത്താൽ തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം തന്റെ ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരിൽ നിന്ന് കേട്ട് അറിഞ്ഞ് പൂർണ്ണ മനസ്സോടുകൂടിയാണ് 3 അടി മഹാബലി ദാനം കൊടുത്തത് വാമനമൂർത്തിക്ക്. അപ്പോൾ അവിടെ ഛലം എന്നുള്ളത് വാസ്തവത്തിൽ ദീർഘദൃഷ്ടിയാ നോക്കിയാൽ പറയാൻ പറ്റില്ല. മാത്രമല്ല, അതുകൊണ്ട് മഹാബലിക്ക് ഒരു നഷ്ടവും ഉണ്ടായില്ല, എല്ലാം ലാഭമാണ് ഉണ്ടായത്. ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനായി മാറി. പ്രഹ്ലാദന് പോലും കിട്ടാത്ത അനുഗ്രഹം പൗത്രനായിട്ടുള്ള മഹാബലിക്ക് ഭഗവാൻ കൊടുത്തനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു വഞ്ചന തന്നെയാണ് നടന്നിട്ടുള്ളത് വൃത്രാസുരന്റെ വധത്തിൽ എന്ന് നമുക്ക് കാണാം. സത്യം മാത്രം പറയേണ്ടതായിട്ടുള്ള, സത്യം മാത്രം പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള മുനിമാര്, മഹർഷിമാര് ഈ കഥ പ്രകാരം, ഭാഗവതത്തിൽ ഇങ്ങനെയൊന്നും കഥ പറയുന്നില്ല കേട്ടോ. ഭാഗവത മഹാപുരാണത്തില് വൃത്രന്റെ ചരിതം പറയുമ്പോൾ ദേവി ഭാഗവതത്തിലാണ് ഇതൊക്കെ പറയണത്. ഇന്ദ്രന് വേണ്ടി കൂട്ടുനിന്നു, സത്യം അഗ്നിസാക്ഷിയായിക്കൊണ്ട് ചെയ്തിട്ടും ഛലം ചെയ്തു. അതിന് മഹാവിഷ്ണുവും കൂട്ടുനിന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവർക്കുള്ള ദുഃഖങ്ങൾ അതാണ്. എല്ലാവർക്കും അറിയാം, ഛലം ചെയ്തുകൊണ്ട്, വിശ്വാസവഞ്ചന ചെയ്തുകൊണ്ട് ആണ് വൃത്രനെ വധിച്ചിരിക്കുന്നത് എന്നുള്ളത്. വാസ്തവത്തിൽ അത് യശസ്സായിട്ടുള്ള ഒരു കാര്യമല്ല. നേരിട്ട് ചെല്ലുക, യുദ്ധം ചെയ്യുക, അതാവാം. പൗരുഷം കാണിക്കുക, യുദ്ധത്തിൽ ജയിക്കുക. അല്ലെങ്കിൽ ആ വൃത്രൻ തപസ് ചെയ്തത് മാതിരി പല തപസ്സുകൾ ചെയ്യുക, വരങ്ങൾ മേടിക്കുക, എന്നിട്ട് അവനുമായിട്ട് യുദ്ധത്തിന് പോവുക, യുദ്ധം ചെയ്യുക. വാസ്തവത്തില് ഭാഗവത പുരാണത്തില് വൃത്രാസുര ചരിതം പറഞ്ഞിരിക്കുന്ന കഥ നമുക്ക് കേട്ടാൽ അതിൽ ഒരു ഛലം നടന്നത് മാതിരിയോ ഒരു വിശ്വാസവഞ്ചന നടന്നതോ ഒന്നും അവിടെ കാണാൻ കഴിയില്ല. യഥാവിധി യുദ്ധത്തിൽ ഇന്ദ്രൻ വധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ദേവി ഭാഗവതത്തിലെ കഥകളിൽ അങ്ങനെയല്ലല്ലോ കാണാൻ കഴിയുന്നത്. ഇതുതന്നെയാണ് വിഷ്ണുവിനും ഇന്ദ്രനും ഋഷികൾക്കും ദുഃഖം ഉണ്ടാവാനുള്ള കാരണം. ഏതായാലും ബാക്കി ഭാഗങ്ങളെ തുടർന്നുകൊണ്ട് നാളെ പോകാം. ഇന്നിവിടെ തന്നെ